ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 5ലെ റിംജിം പാഠ്യപുസ്തകത്തിലെ ഫസലോं के त्योहार എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങളും അതിൻ്റെ കൂടെ തന്നെ റീഡ് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസലോं के त्योहार ഇത് ഒരു ലേഖനമാണ്. ഇതില് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫസലോं के त्योहार, ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്പ്, അതായത് വിളവെടുപ്പ് നടക്കുക എന്നത് എന്താണ്, ഒരു സന്തോഷത്തിന്റെ കാര്യമാണ്. ഭാരതത്തില് വിവിധ സ്റ്റേറ്റുകളിൽ ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, सारा दिन बोरसी के आगे बैठकर हाथ तापते हुए गुजर जाता है. कहाँ तो खिचड़ी के समय धूप में गर्माहट की शुरुआत होनी चाहिए और यहाँ हम सूरज के इंतजार में आस लगाए बैठे हुए हैं. അപ്പോ ലേഖിക പറയുകയാണ്, ഇതൊരു ബീഹാറിലെ കാര്യമാണ് ലേഖിക പറയുന്നത്. ഖിച്ചടി എന്ന് പറഞ്ഞാല് ബീഹാറിലെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. മകരസംക്രാന്തിയുടെ സമയത്താണ് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. അപ്പോ ലേഖിക പറയുകയാണ്, ഞങ്ങളുടെ മുഴുവൻ ദിവസവും ഈ ബോർസിയുടെ മുമ്പിൽ ഇരുന്ന് തന്നെ പോകും. കൈകൾക്ക് ഇങ്ങനെ ചൂടേകി ഞങ്ങൾ ബോർസിയുടെ മുമ്പിൽ തന്നെ ഇരിക്കും. അതായത് ബോർസി എന്ന് പറഞ്ഞാല് അങ്കീട്ടി, അതായത് തീ, ഒരു മൺപാത്രത്തില് ഇങ്ങനെ തീ ഇട്ടിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് ബോർസി എന്ന് പറഞ്ഞാല്. അപ്പോ ബോർസിക്ക് ആകെ ബാറ്റ്കർ, അത് തണുപ്പ് കാലമായിരിക്കും ഈ മകരസംക്രാന്തിയുടെ സമയം. അപ്പൊ ആ സമയത്ത് ചൂടേകാനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ചൂട് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ബോർസി. അപ്പൊ ലേഖിക പറയാണ്, ഞങ്ങളുടെ മുഴുവൻ ദിവസവും അതിന്റെ മുമ്പിൽ തന്നെ പോയി ഇങ്ങനെ ഇരുന്ന് ആ ദിവസം മുഴുവൻ പോവുകയാണ്. ഗുസർ ജാന എന്ന് പറഞ്ഞാല് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പോവുക. കഹാ തോ ഖിച്ചടി के समय धूप में गर्माहट की शुरुआत होनी चाहिए. സാധാരണയായി ഈ ഖിച്ചടിയുടെ സമയം ആവുമ്പോഴേക്കും എന്താണ്, വിന്റർ സീസൺ ഒക്കെ മാറി തുടങ്ങാറുണ്ട്. സാധാരണ എന്താണ്, ആ സൂര്യന്റെ ആ വാംത്ത് കിട്ടി തുടങ്ങാറുണ്ട്. ഗർമാഹട്ട് എന്ന് പറഞ്ഞാൽ ആ വാംത്ത്, ആ ചൂടുകാലം തുടങ്ങാറുണ്ട് സാധാരണയായിട്ട്. और यहाँ हम सूरज के इंतजार में आस लगाए बैठे हुए हैं. അതായത് ലേഖിക പറയാണ്, ഇപ്രാവശ്യം എന്താണ്, വളരെ വൈകിയാണ് ഈ വിന്റർ സീസൺ മാറുന്നത്. സൂരജ് കി ഇന്തിസാർ മേ, സൂര്യനെ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്തിസാർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുക. ആസ് ലഗായെ, അതായത് ഹോപ്പിൽ, അതായത് സൂര്യൻ ഇപ്പൊ വരും എന്ന ആ ഹോപ്പില് ഇരിക്കുകയാണ്. പൂരെ 10 दिन हो गए സൂരജ് ലാപ്പത്ത. അപ്പൊ വിന്റർ സീസൺ ആവുമ്പോഴേക്കും നോർത്തിൽ ഇങ്ങനെ സൂര്യനെ കാണാനേ സാധിക്കത്തില്ല. ആ രീതിയിൽ ഇങ്ങനെ മൂടൽ മഞ്ഞായിരിക്കും, മുഴുവൻ തണുപ്പായിരിക്കും, നല്ല ഫോഗി ആയിരിക്കും അവിടെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് സൂരജ് ലാപ്പത്ത. സൂരജ് ലാപ്പത്ത എന്ന് പറഞ്ഞാൽ ലോസ്റ്റ്, അതായത് 10 दिन हो गए, 10 ദിവസമായിട്ട് സൂര്യനെ കാണാനേ ഇല്ല എന്നാണ് ലേഖിക പറയുന്നത്. അതായത് തണുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. आज सुबह तो रजाई से निकलने की हिम्मत नहीं हो रही थी. റസായി എന്ന് പറഞ്ഞാല് ക്വിൽട്ട്, ഈ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന എന്താണ്, നല്ല കട്ടിയുള്ള പുതപ്പാണ് റസായി, ക്വിൽട്ട്. അപ്പോ ആ ക്വിൽറ്റിൽ നിന്നും റസായി സെ നിക്കലിലേക്ക് ഹിമ്മത്ത് നഹി ഹോ റഹി, അതിൽ നിന്ന് ഇറങ്ങാനേ തോന്നുന്നില്ല, ഇറങ്ങാനുള്ള ധൈര്യം പോലും ഇല്ല, കാരണം അത്രയ്ക്ക് തണുപ്പാണ് എന്നാണ് ലേഖിക പറയുന്നത്. बाहर देखने से तो समय का अंदाजा बिल्कुल नहीं हो रहा, लेकिन घर में हो रही चहल पहल अब पता चल रही है. അപ്പോൾ ബാഹർ ദേഖ്നെ സെ തോ സമയ കാ അന്ദാസ ബിൽക്കുൽ നഹി ഹോ റഹാ, അതായത് എത്ര സമയമായി, അതായത് രാവിലെ ആയോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ബിൽക്കുൽ, അന്ദാസ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല, രാവിലെ ആയോ എന്ന് പോലും. അത്രയ്ക്ക് എന്താണ്, ഇരുട്ടാണ് രാവിലത്തെ സമയത്ത് പോലും. എന്താണ്, ആ ഇരുട്ടുണ്ടാവും, കാരണം സൂര്യന്റെ ആ വെളിച്ചം എത്തത്തില്ല, അത്രയ്ക്ക് ഫോഗി ആയിരിക്കും ക്ലൈമറ്റ്. ബിൽക്കുൽ നഹി ഹോ റഹാ ലേക്കിൻ ഘർ മേ ഹോ റഹി ചഹൽ പഹൽ, പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന എന്താണ്, ഹസൽ ബസൽ എന്ന് പറയാം, അതായത് ആക്ടിവിറ്റീസ് കാരണം വീട്ടിലുണ്ടാകുന്ന എന്താണ്, ബഹളം കാരണം മനസ്സിലാവുന്നുണ്ട് രാവിലെ ആയി എന്ന കാര്യം. रह रहकर कानों में कभी चंपाकल के चलने और पानी के गिरने की आवाज, तो कभी किसी की हाँक लगाने की आवाज आ रही थी. അപ്പൊ ചമ്പാക്കൽ എന്ന് പറഞ്ഞാൽ ചാമ്പി പൈപ്പ് എന്ന് പറയും. അപ്പൊ അതിന്റെ ആ ഒരു ശബ്ദം ഉണ്ടാവും, ഇങ്ങനെ വെള്ളം എടുക്കുമ്പോ അതിന്നൊരു ശബ്ദം ഉണ്ടാവും, കീ കീ എന്നൊരു ശബ്ദം. ആ ശബ്ദവും പിന്നെ ആ വെള്ളം വീഴുന്ന ശബ്ദവും ഒക്കെ കാരണം, അത് മാത്രമല്ല ഒരു ഹാങ്ക് ലഗാനിക്ക് ആവാസ്, ഹാങ്ക് ലഗാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കുക. ഹാങ്ക് ലഗാനിക്ക് ആവാസ് സെ ഭി പതാ ചൽ രഹാ താ കി സുബഹ ഹോ ഗയാ, രാവിലെ ആയി എന്ന കാര്യം ലേഖികയ്ക്ക് മനസ്സിലായി. അപ്പൊ എങ്ങനെയായിരുന്നു ഹാങ്ക് ലഗാനിക്ക് ആവാസ്, എങ്ങനത്തെ ശബ്ദമായിരുന്നു കേട്ടോണ്ടിരുന്നത്? ജാ ഭാഗ് കെ ദേഖ് കേരാ കെ പത്ത ആയിൽ കി നാ. അപ്പൊ ആരോ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഓടിപ്പോയി നോക്ക്,
കേരാക്കെ പത്ത എന്ന് പറഞ്ഞാൽ കേലേക്ക് പത്തെ, അതായത് വാഴയില വന്നിട്ടുണ്ടോ എന്ന് നോക്ക്, പോയി നോക്ക് എന്നാണ് ആരോ പറയുന്നതായിട്ട് ലേഖിക മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജാ ഭാഗ്യ ദേ കി കേലേക്ക് പത്തെ ആയിക്ക് നെഹി എന്നാണ് പറയുന്നത്. അപ്പൊ ബീഹാറിലെ ഭാഷയാണ്. ആജ് ഈ ലോകെ ഉഠേക്കെ നായിക്കേക്കാ ബോൾ ജൽദി തയ്യാർ ഹോക്കസ് എന്ന് പറഞ്ഞാല് ഈ കുട്ടികളെ എണീക്കോ ഇല്ലയോ എന്ന് നോക്ക്, ഇവര് എണീക്കോ ഇപ്പോ, ബോൾ ജൽദി തയ്യാർ ഹോ, വേഗം ഒന്ന് തയ്യാറാകാനായിട്ട് പറ എന്നാണ് പറയുന്നത്. അപ്പോ ഉഠ്നെ മേ ഹി ബലായി ഹേ, ഇനിയിപ്പോ എണീറ്റില്ലെങ്കിൽ കുഴപ്പമാണ്, എണീക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ലേഖിക പറയുന്നത്. നഹാ ധോക്കർ ഹം സഭി കമരെ മേ ഇക്കട്ടാ ഹുവേ. അപ്പൊ കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും എന്താണ് ആ മുറിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി. ഇക്കട്ടാ ഹോന എന്ന് പറഞ്ഞാല് ഗ്യാദർ ആവുക. ദാദാ ഓർ ചാച്ചാ ने क्या सफेद चकाचक मांड लगी ധോത്തി और കുർത്ത പഹനാ ഹുവാ ഹൈ. അപ്പൊ ലേഖിക പറയാണ് അപ്പൂപ്പനും പിന്നെന്താണ് ചാച്ച, അച്ഛന്റെ അഞ്ചൻ. അപ്പൊ ചാച്ചയും രണ്ടുപേരും നല്ല ബ്രൈറ്റ് വൈറ്റ് എന്താണ് ധോത്തിയും കുർത്തയും എടുത്തിട്ട്, അതും മാണ്ട് ലഗി ധോത്തി. മാണ്ട് എന്ന് പറഞ്ഞാല് ഈ കഞ്ഞിവെള്ളത്തിൽ മുക്കി നല്ല സ്റ്റിഫ് ആയിട്ടുള്ള എന്താണ് ധോത്തിയും കുർത്തയും ഒക്കെ ഇട്ടിട്ടാണ് അവര് വന്നിരിക്കുന്നത്. അതായത് ഉത്സവമാണ്. ഉത്സവ സമയത്ത് എല്ലാവരും നല്ല നല്ല ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ടാണ് വരുക. तो खिचड़ी में ऐसा ठंड हम पहले कबो न देखनी, सारा देह कनकना देता. वो पापा ने कहा. അപ്പൊ അച്ഛൻ പറഞ്ഞു ഖിച്ചടി മേ ഐസൻ ഠാണ്ട്. അപ്പൊ ഖിച്ചടിയുടെ സമയത്ത്, അതായത് ഈ മകരസംക്രാന്തിയുടെ ഈ സമയത്ത് ഇത്രയും തണുപ്പ് ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്നാണ് അപ്പൊ അച്ഛൻ പറയുന്നത്. കബോന ദേഖ്നി. അപ്പൊ സാരാ ദേ കൻകനാ ദേത്ത. കൻകന എന്ന് പറഞ്ഞാല് നല്ല കാമ്പന, നല്ല തണുപ്പ് കൊണ്ട് ഇങ്ങനെ വിറയ്ക്കുകയാണ്. ഇങ്ങനെ വിറച്ച് അച്ഛൻ പറയുകയാണ് ഇത്രയും തണുപ്പ് ഞാൻ കണ്ടിട്ടില്ല ഖിച്ചടിയുടെ സമയത്ത്. ഷായദ് ആജ് ധോത്തി മേ ഉന്നെ ठंड कुछ ज्यादा लग रही है. അപ്പൊ എനിക്ക് തോന്നുന്നു, ലേഖിക പറയുകയാണ്, തോന്നുന്നു അച്ഛൻ ഈ ധോത്തിയില് കൂടുതൽ തണുപ്പ് തോന്നുകയാണ് അച്ഛന് എന്നാണ് ലേഖിക പറയുന്നത്. सामने मचिया पर खादी की सफेद साड़ी पहने हुए दादी बैठी थी. അപ്പൊ സാമനെ മുമ്പിൽ തന്നെ മച്ചിയ എന്ന് പറഞ്ഞാല് സ്റ്റൂള്, ഇങ്ങനെ ചെറിയൊരു സ്റ്റൂളിനെയാണ് മച്ചിയ എന്ന് പറയുന്നത്. അപ്പൊ മച്ചിയയില് ഖാദി, അതായത് കോട്ടൺ, ഒരു തരത്തിലുള്ള കോട്ടൺ ആണ് ഖാദി. അപ്പൊ ഖാദിക്ക് സഫേദ് സാഡി, വെളുത്ത സാഡിയും എടുത്ത് അമ്മുമ്മ അവിടെ ഇരിക്കുന്നുണ്ട് മുമ്പില് മച്ചിയയില്. ആജ് ദാദിനെ അപ്പനെ ബാൽ ധോയെ ഹെ. ഇന്ന് അമ്മുമ്മയാണെങ്കിലോ തന്റെ മുടി കഴുകിയിട്ടുണ്ട്. झक सफेद सेमल की रुई जैसे हल्के फुल्के बाल. झक സഫേദ്, അതായത് നല്ല വെളുത്തിരിക്കുന്ന എന്താണ് സേമൽ കി റുയി. സേമൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടാണ്. അപ്പൊ ഫ്രൂട്ടിൽ തന്നെ ഇങ്ങനെ കോട്ടൺ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ കോട്ടൺ എങ്ങനെയായിരിക്കും? നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, നല്ല വെളുത്തിട്ട് നല്ല കോട്ടൺ ആണ് സേമൽ കി റുയി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുപോലെ നല്ല ലൈറ്റ് വെയിറ്റില് നല്ല സിൽക്കി ആയിട്ടുള്ള മുടിയാണ് അമ്മുമ്മയുടേത് എന്നാണ് ലേഖിക പറയുന്നത്. ഗോർ സെ ദേഖ്നെ പർ. ഗോർ എന്ന് പറഞ്ഞാൽ നല്ല കെയർഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഗോർസെ എന്ന് പറഞ്ഞാൽ നല്ല കെയർഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ കാലാ ബാൽ നസർ നഹി ആത്ത. ഏക് കാലാ ബാൽ, ഒരു കറുത്ത മുടി പോലും അമ്മുമ്മയുടെ തലയിൽ കാണാൻ സാധിക്കത്തില്ല എന്നാണ് ലേഖിക പറയുന്നത്. ബിൽക്കുൽ ധുലി ധുലി സി ലഗ് റഹി ഹെ ദാദി. ധുലി സി, ശരിക്കും നല്ലോണം നനഞ്ഞിരിക്കുകയാണ് അമ്മുമ്മ എന്നാണ് ലേഖിക പറയുന്നത്. ഉൻകെ സാമനെ കേലെ കെ കുച്ച് പത്തെ കതാർ മേ രഖേ ഹെ ജിസ് पर तिल, मिठा, चावल आदि के छोटे छोटे ढेर पड़े हुए हैं. അപ്പൊ ഉൻകെ സാമനെ, അമ്മുമ്മയുടെ മുമ്പില് കുച്ച് പത്തെ, കുറച്ച് എന്താണ് കേലേക്ക് പത്തെ, അതായത് വാഴയില ഇങ്ങനെ കത്താറിൽ വെച്ചിട്ടുണ്ട്. കത്താർ എന്ന് പറഞ്ഞാല് ലൈനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്? തിൽ, അതായത് എള്ള്, പിന്നെ മിഠ, ഗുഡ് എന്ന് പറഞ്ഞാല് ജാഗറി, പിന്നെ ചാവൽ, അരി. അതൊക്കെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഛോട്ടെ ഛോട്ടെ ഢേർ പടേ ഹുവേ. ഢേർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈലിൽ ഇങ്ങനെ ചെറിയ ഒരു എന്താണ് പൈലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, കൂനയായിട്ട്. അപ്പൊ ഹമേ ബാരി ബാരി സെ ഉൻ സഭി ചീസോं को छूने और प्रणाम करने के लिए कहा गया. അപ്പൊ ഓരോരുത്തരായിട്ട് ഞങ്ങളോട് ഓരോ സാധനത്തിന് ഇങ്ങനെ തൊട്ട് പ്രണമിക്കാനായിട്ട് പറഞ്ഞു. छूने और प्रणाम करने के लिए कहा, തൊട്ട് പ്രണമിക്കാനായിട്ട് പറഞ്ഞു. जब सबने ऐसा कर लिया तो उन सभी चीजों को एक जगह इकट्ठा करके, इकट्ठा എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിക്കുക, ഗ്യാദർ ചെയ്തിട്ട് ഒരുമിപ്പിച്ച് ആ സാധനങ്ങളെല്ലാം, അതായത് തിൽ, മിഠ, ചാവൽ, അതൊക്കെ ഗുഡ്, ചാവൽ, അതൊക്കെ എന്താണ് ചെയ്തത്?
ദാൻ ദേ ദിയ. ദാൻ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് ദാനം നൽകുക, അതായത് അത് തിരിച്ച് ഞങ്ങൾക്ക് ലഭിക്കാത്തത്, അതായത് മറ്റുള്ളവർക്ക് ദാനം നൽകിയിരിക്കുകയാണ് ഈ സാധനങ്ങൾ, അതായത് തിൽ, മിഠ, ചവൽ ദാനം നൽകി എന്നാണ് ലേഖിക പറയുന്നത്. ആജ് തോ അപ്പി ദിദിയ ബുരി ഫസി. അപ്പോ ഇന്നെന്താണ് അപ്പി ദിദി. അപ്പി ദിദി എന്ന് പറഞ്ഞാൽ ദീദി, ചേച്ചി. അപ്പി എന്ന ദീദി എന്താണ് മുഴുവനായിട്ടും കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഫസി എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോവുക. ഉൻഹേ നാ തോ ചൂടാ ദഹി ഹി പസന്ത് ഹൈ ഓർ നാ ഹി ഖിച്ചടി. അപ്പൊ ചൂടാ ദഹി എന്ന് പറഞ്ഞാല്, ചൂട എന്ന് പറഞ്ഞാല് ബീറ്റൺ റൈസ്, അതായത് അവലും ഇങ്ങനെ തൈരും ഇട്ടിട്ട് ബീഹാറിലൊക്കെ കഴിക്കാറുണ്ട് സാധാരണ ഈ മകരസംക്രാന്തിയുടെ സമയത്ത്. പിന്നെ കിച്ചടിയുടെ സമയത്ത് കിച്ചടിയും ഉണ്ടാക്കും. അപ്പൊ ചൂടാ ദഹിയും ചേച്ചിക്ക് ഇഷ്ടമല്ല, ഖിച്ചടിയും ഇഷ്ടമല്ല. അപ്പോ ഇപ്രാവശ്യം ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ് ആര്? അപ്പി ദിദിയ. पर आज तो फरमाइश नाश्ता नहीं चलेगा. ചേച്ചി ആഗ്രഹിച്ചതുപോലെ, ഫർമായിഷി എന്ന് പറഞ്ഞാല് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ, ഫർമായിഷി നാഷ്ത നഹി ചലേഗ. ചേച്ചി ആഗ്രഹിച്ച പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്രാവശ്യം ലഭിക്കാൻ പോണില്ല. കാരണം ഇന്ന് എന്താണ് ദിവസം? ഖിച്ചടി, അതായത് മകരസംക്രാന്തിയുടെ ദിവസം. അങ്ങനെ ചേച്ചി ആഗ്രഹിച്ചതുപോലെ കിട്ടാൻ പോണില്ല. എല്ലാവരും എന്താണ് കഴിക്കാൻ പോകുന്നത്? ചൂടാ ദഹിയും ഖിച്ചടിയുമായിരിക്കും. ഉൻഹേ ദോനോ ഹി ചീസേ ഖാനി പടേങ്കി. ആജ് ഖിച്ചടി ജോ ഹേ, ഇന്ന് രണ്ട് സാധനവും കഴിക്കേണ്ടതായിട്ട് വരും ചേച്ചിക്ക്, കാരണം ഇന്ന് ഖിച്ചടിയാണ്. खिचड़ी खाने के बाद सभी ने गया से आए तिल, गुड़ और चीनी के तिलकुट को बड़े चाव से खाया. അപ്പൊ എല്ലാവരും ഈ ഖിച്ചടി കഴിച്ചതിന് ശേഷം എല്ലാവരും ഗയ എന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന തിൽക്കുട്ട് എന്ന് പറഞ്ഞാല് ഈ തിൽ, ഗുഡ് ഓർ ചീനി, അതായത് എള്ളും പിന്നെ ശർക്കരയും ജാഗരയും പിന്നെ പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സ്വീറ്റ് സാധനമാണ് തിൽക്കുട്ട് को बड़े चाव से खाया. നല്ല ആസ്വദിച്ച്, നല്ല ആഗ്രഹത്തോടെ നല്ല ആസ്വദിച്ചു കഴിച്ചു. खाते खाते मैं सोच रही थी कि कितनी अलग है ना यह खिचड़ी जो अभी हम मना रहे हैं. അപ്പോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ലേഖിക ഇങ്ങനെ ആലോചിച്ചു, അതായത് ഇങ്ങനെ ആലോചിച്ചു എത്ര വ്യത്യസ്തമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഖിച്ചടി, അതായത് ഇപ്പൊ ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ ഖിച്ചടി എന്ന ഈ ഉത്സവം എത്ര വ്യത്യസ്തമാണ് പണ്ട് ഞങ്ങൾ ആഘോഷിച്ചതിനേക്കാള്. അതായത് കുട്ടിക്കാലത്തെ പറ്റി ലേഖിക ഓർക്കുകയാണ്. स्कूल में हम जो खिचड़ी मनाते थे उसकी अलग ही मस्ती हुआ करती थी. अलग ही मस्ती, അതായത് ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഖിച്ചടി എന്ന ഉത്സവം എങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിച്ചത്, അതൊരു വ്യത്യസ്തമായിട്ടുള്ള, അത്രയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് അത് ആഘോഷിച്ചിരുന്നത് ഖിച്ചടി. छुट्टी का दिन नाव में बैठकर गंगा नदी की सैर और फिर टापू पर बालू में दौड़ते हुए पतंग उड़ाना या ഉടാനേക്ക് കോശിഷ് കരണം. അപ്പൊ മകരസംക്രാന്തിയൊക്കെ ആവുമ്പോ ഈ കൈറ്റൊക്കെ എല്ലാരും പറപ്പിക്കാറുണ്ട് സാധാരണയായിട്ട്. അപ്പൊ ലേഖിക ഓർക്കുകയാണ്, ലേഖിക സ്കൂളിലായിരുന്നപ്പോ ആ കുട്ടിക്കാലത്ത് അത് വെക്കേഷൻ ടൈം ആയിരിക്കും, ചുട്ടിക്കാതി. और नाव में बैठकर ഈ ബോട്ടിൽ ഇരുന്നിട്ട്, വള്ളത്തിൽ ഇരുന്നിട്ട് ഗംഗാ നദിക്ക് സേർ, ഗംഗാ നദിയുടെ അതായത് നീളത്തിലുള്ള ആ ഗംഗാ നദിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. സേർ കർണ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക. സേർ और फिर ടാപ്പു पर, ടാപ്പു എന്ന് പറഞ്ഞാല് നദിയുടെ തീരത്തിനെയാണ് ടാപ്പു എന്ന് പറയുന്നത്. അപ്പൊ ടാപ്പു पर ബാലു എന്ന് പറഞ്ഞാല് എന്താണ്? മണല്. ഈ നദീതീരത്തുള്ള ആ മണലിനെ പറ്റിയാണ് ലേഖിക പറയുന്നത്. ആ നദീതീരത്തുള്ള ആ മണലിലൂടെ ഇങ്ങനെ ഓടി, ദോടത്തെ ഹുവേ പതംഗുടാന, ഈ കയറ്റൊക്കെ പറപ്പിക്കുക, അതിലൂടെ ഓടി ഇങ്ങനെ കയറ്റ് പറപ്പിക്കുന്നതും, ഉഡാനിക്ക് കോശിഷ് കർണ, പറപ്പിക്കല് അല്ലെങ്കിൽ എന്താണ് ശ്രമിക്കുക, അതിനെ നല്ലോണം പറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കിത്ന മസാ ആതാ, എത്ര രസമായിരുന്നു ആ കുട്ടിക്കാലം എന്നാണ് ലേഖിക ഓർക്കുന്നത്. इधर हम पतंग उड़ाते थे और वहीं थोड़ी दूर पर गुरुजी, विमला दीदा, आनंद जी, झिलमिट भैया सब मिलकर ईंट से बने चूल्हे पर बड़े बड़े कड़ाहों में खिचड़ी बनाते थे. അപ്പൊ ഞങ്ങള് ആ കുട്ടിക്കാലത്ത് അവിടെ എന്താണ് നദീതീരത്ത് നല്ലോണം കയറ്റൊക്കെ പറപ്പിച്ച് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് കുറച്ചു ദൂരെ അവിടെ ഈ പറഞ്ഞ ആൾക്കാരായ, അതായത് ഗുരുജി, വിമല ദിദ്ദ, ആനന്ദ്ജി, ജിൽമിറ്റ് ഭയ്യ, ഇവരെല്ലാരും കൂടി എന്താണ് ചെയ്യാറ്? മിൽക്കർ ഈന്റ് സെ ബനെ ചൂൽഹെ, അതായത് അടുപ്പ്, ഈ എന്താണ് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ അടുപ്പ്, അതിലെന്താണ് ബഡെ ബഡെ കടാഹോമേ, നല്ല കടായി എടുത്തിട്ട് അതിൽ എന്താണ് ഖിച്ചടി ഉണ്ടാക്കും. നല്ല അടുപ്പില് ഖിച്ചടി ഉണ്ടാക്കുന്നതായിട്ടാണ് ലേഖികയ്ക്ക് ഓർമ്മ. हम भी बीच बीच में अपनी पतंगों को सुस्ताने का मौका देते हुए मटर और प्याज छीलने बैठ जाते.
അപ്പോ ഈ മട്ടർ, ഈ വിന്റർ സമയത്തൊക്കെ ഈ മട്ടർ ധാരാളമായിട്ട് നോർത്ത് ഇന്ത്യയിൽ കിട്ടും. ആ മട്ടറിന്റെ തൊലി എടുക്കാനായിട്ട് കുട്ടികൾക്ക് തരാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു അവരെന്താണ് ചെയ്യാറ്, സാധാരണ ബീച്ച് ഇടയ്ക്കിടയ്ക്ക് അവരെന്താ ചെയ്യുക, ഈ കൈറ്റിനെ അതിൻ്റെതായിട്ടുള്ള ഇതിന് വിട്ടിട്ട്, അതായത് ഫ്രീ ആയിട്ട് ചെറുതായിട്ടൊന്ന് വിട്ടിട്ട് സുസ്താനി കാ മോക്ക, അതായത് അതിന് റെസ്റ്റ് എടുക്കാൻ വിട്ടിട്ട് മോക്ക ദേത്തെ ഹുവേ മട്ടർ ഓർ പ്യാസ് ഛീൽനെ ബാറ്റ് ജാത്തെ, ഈ ഒണിയന്റെ തൊലി എടുക്കാനും പിന്നെ മട്ടറിന്റെ തൊലി എടുക്കാനും ഒക്കെ അവര് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് ഇരിക്കുമായിരുന്നു. വൈസി ഖിച്ചടി ഫിർ ദുബാര ഖാനെ കോ നഹി മിലി, അങ്ങനെയുള്ള ആ ഖിച്ചടി പിന്നെ വീണ്ടും ഞങ്ങൾക്ക് പിന്നെ ഒരിക്കലും കഴിക്കാനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ദുബാര എന്ന് പറഞ്ഞാൽ വീണ്ടും, രണ്ടാമതായിട്ട് പിന്നെ കഴിക്കാനായിട്ട് ലഭിച്ചിട്ടില്ല. വാക്കൈ ढंग कैसा भी हो पर है ये खुशियों का त्योहार. വാക്കൈ ശരിക്കും പറഞ്ഞാൽ, വാക്കൈ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ढंग कैसा भी हो, എങ്ങനെ ഏത് രീതിയിൽ ആഘോഷിച്ചാലും ശരി, ആഘോഷിക്കുന്ന രീതി ഏത് രീതിയിലായാലും ശരി, पर है ये खुशियों का त्योहार, ഈ ത്യോഹാർ എങ്ങനെ ആഘോഷിച്ചാലും ശരി അതെന്താണ്, സന്തോഷത്തിന്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എന്നാണ് ലേഖിക പറയുന്നത്. जनवरी माह के मध्य में भारत के लगभग सभी प्रांतों में फसलों से जुड़ा कोई न कोई त्योहार मनाया जाता है. അപ്പൊ ജനുവരി മാസത്തിന്റെ പകുതി ആവുമ്പോഴേക്കും, മധ്യത്തിലാവുമ്പോഴേക്കും ഭാരത് ലഗ്ഭഗ്, ഭാരതത്തിലെ ഏകദേശം എല്ലാ സ്റ്റേറ്റ്സിലും എന്ന് പറയാം, എല്ലാ പ്രദേശങ്ങളിലും ഫസലോം സെ ജുഡാ കോയി ന കോയി ത്യോഹാർ മനായ ജാത്ത ഹൈ, ഈ ക്രോപ്പ്, അതായത് ഈ ഹാർവെസ്റ്റുമായിട്ടുള്ള ബന്ധമുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടാറുണ്ട്. कोई फसलों के तैयार हो जाने पर खुशी बांटता है तो कुछ लोग इस उम्मीद में खुश होते हैं कि अब पाला कम होगा. അപ്പൊ കുറച്ചുപേര് ഈ ഫസലോക്കെ തയ്യാർ ഹോ ജാനെ പർ, അതായത് ഈ ക്രോപ്പ് ഒക്കെ റെഡി ആയ, അതായത് വിളവെടുപ്പിനുള്ള ആ സന്തോഷത്തില് ആയിരിക്കും കുറെ പേര്. പിന്നെ ആ സന്തോഷം അതുകൊണ്ടാണ് അവര് മറ്റുള്ളവരുമായിട്ട് ഈ ഉത്സവത്തിലൂടെ ഷെയർ ചെയ്യുന്നത്. तो कुछ लोग इस उम्मीद में, കുറച്ചു പേര് കുറച്ച് ഹോപ്പില്, അതായത് ഇനി ഈ വിന്റർ സീസൺ മാറുകയാണ്, അതായത് ആ തണുപ്പിൽ നിന്നും, അതായത് അങ്ങേറ്റത്തെ ആ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാം എന്ന ആ രീതിയിൽ പാല കം ഹോഗ. അപ്പൊ പാല എന്ന് പറഞ്ഞാല് അങ്ങേയറ്റത്തെ ആ തണുപ്പിനെയാണ് പാല എന്ന് പറയുന്നത്. അപ്പൊ കുച്ച് ലോഗ് ഇസ് ഉമ്മീദ് മേ, ആ ഒരു ഹോപ്പ്, ഉമ്മീദ് എന്ന് പറഞ്ഞാൽ ഹോപ്പിലാണ് സന്തോഷിക്കുന്നത്, ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഇനി ആ തണുപ്പിൽ നിന്നും തണുപ്പൊന്ന് മാറി കിട്ടുമല്ലോ എന്ന സന്തോഷം. പിന്നെ സൂരജ് കി ഗർമി ബഡ്നെ സേ ഖേത്തോ മേ ഖടി ഫസൽ തേസി സെ ബഡേഗി, എന്തുകൊണ്ടെന്നാൽ ആ സൂര്യന്റെ ആ ചൂട് ലഭിക്കുമ്പോൾ, ആ വാംത്ത് ലഭിക്കുമ്പോൾ ആ ഖേത്തോ മേ ഖടി ഫസൽ, ആ കൃഷിസ്ഥലത്തുള്ള ആ ക്രോപ്സിനൊക്കെ വളർച്ച കിട്ടുമല്ലോ, അതായത് ഇനി അത് വളർന്നു വരുമല്ലോ എന്ന ആ സന്തോഷത്തിലും എല്ലാവരും ആഘോഷിക്കാറുണ്ട്. सभी प्रांतों और इलाकों का अपना रंग और अपना ढंग नजर आता है. ഓരോ പ്രദേശങ്ങളിലും, ഓരോ സ്റ്റേറ്റ്സിലും ഒക്കെ ഓരോ പ്രദേശങ്ങളിലും അവരുടേതായിട്ടുള്ള ആ രീതിയിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഇസ് ദിൻ സബ് ലോഗ് അച്ഛി पैदावार എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, അതായത് ക്രോപ്പ്, നല്ല ക്രോപ്പ് പ്രൊഡക്ഷൻ നടക്കട്ടെ എന്ന ആ ഒരു ഹോപ്പിലും, പിന്നെന്താണ് ഫസലോം കെ ഘർ മേ ആനെ കി ഖുഷി, അതായത് ആ ക്രോപ്പ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് വീട്ടിലോട്ട് വരുന്നതിന്റെ ആ സന്തോഷവും അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതും കൂടെയാണ് ഈ ഉത്സവം. ഇസഹാർ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യുക, ഇസഹാർ കർത്തേ ഹൈ. അപ്പൊ ഉത്തർപ്രദേശ്, ബീഹാർ, मध्य प्रदेश में मकर संक्रांति या तिल संक्रांत, फिर असम में बिहू, केरल में ओणम, तमिलनाडु में पोंगल, पंजाब में लोहड़ी, झारखंड में सरहुल, गुजरात में पतंग का पर्व, सभी खेती और फसलों से जुड़े त्योहार. അപ്പൊ ഈ പറഞ്ഞതൊക്കെയാണ് ഓരോ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പേരുകൾ. ഈ മകരസംക്രാന്തി അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്നത് അറിയപ്പെടുന്നത് ഓരോ പ്രദേശങ്ങളിൽ ഓരോ പേരുകളിലാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും മകർ സംക്രാന്തി അല്ലെങ്കിൽ തിൽ സംക്രാന്ത് എന്നാണ് അറിയപ്പെടുന്നത്. അസമില് ബിഹു എന്നും, കേരളത്തിലെ ഓണം, പിന്നെ തമിഴ്നാടുവില് പൊങ്കൽ എന്നും, പഞ്ചാബിലെ ലോഡി, പിന്നെ ഝാർഖണ്ഡിലെ സർഹുൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗുജറാത്തിലാണെങ്കിലോ പതംഗ് കാ പർവ്. അപ്പൊ ഇതൊക്കെ കൃഷിയും പിന്നെന്താണ് വിളവെടുപ്പും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, ജുഡാ ഹുവ, അതായത് കണക്റ്റഡ് ആയിട്ടുള്ള ഉത്സവങ്ങളുടെ പേരുകളാണ്. ഇൻഹെ ജനുവരി സെ മധ്യ അപ്രിൽ തക് അലഗ് അലഗ് സമയം മനായ ജാത്ത ഹൈ. അപ്പോ ഇതൊക്കെ ഈ ഉത്സവങ്ങള്, അതായത് ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് സാധാരണയായിട്ട് ജനുവരിയിൽ തുടങ്ങി മധ്യ ഏപ്രിലിന്റെ പകുതി ആവുമ്പോഴേക്കും ഇത്
എല്ലാവരും പകുതി ആവുമ്പോഴേക്കുമാണ് ഈ ഉത്സവങ്ങൾ എല്ലാവരും ആഘോഷിക്കുന്നത്. അതും അലഗ് അലഗ് സമയം മനായ ജാത്ത है. ഒരേ ദിവസമല്ല, വെവ്വേറെ സമയങ്ങളിലായിട്ടാണ്. അതും ജനുവരിയിലും പിന്നെ ഏപ്രിലിലെ പകുതി മാസം ആവുമ്പോഴേക്കുമാണ് ഈ ഉത്സവങ്ങൾ എല്ലാവരും ആഘോഷിക്കാറുള്ളത് സാധാരണയായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഹാപ്പി റീഡിംഗ്, ഹാപ്പി ലേണിംഗ്. താങ്ക്